ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ബാറ്ററിയുള്ള സ്മാർട്ട് ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. യെസ്, IQ C10 ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. 7300 mAh എന്ന് പറയുന്ന മാസീവ് ബാറ്ററിയുമായിട്ട് വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫോണാണ്. ഗംഭീര സെറ്റപ്പാണ്. ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനേ ഇനി വേണ്ട എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. C10 മാത്രമല്ല, C10 സീരീസ് ആണ്. C10 ഉണ്ട്, C10 X ഉണ്ട്. ബഡ്ജറ്റ് കുറവാണെങ്കിൽ C10 X എടുക്കാം. 20,000 താഴെയാണ് ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഹെവി ഐറ്റം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 11-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്നത്, ഏപ്രിൽ 11-ന്. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഞാനൊരു രൂപരേഖ തരാം. ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും ഒരു ഓൾറൗണ്ടർ ഫോണാണ്. കാര്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നോളൂ, താല്പര്യമുള്ളവർ വെയിറ്റ് ചെയ്തോളൂ. നിങ്ങളിപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ഒക്കെയാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഡെയിലി ഇത് രാവിലെ ഉച്ചയാകുമ്പോൾ ചാർജ് കഴിയുന്ന ഒരു പ്രശ്നമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അടിപൊളിയായിരിക്കും. കാരണം ഇതിന് IQ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ചാർട്ട് ഏകദേശം വാച്ച് അവർ സാധാരണ 5000 mAh ബാറ്ററിയുള്ള ഫോണാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 17 അവറിൻ്റെ കണ്ടിന്യൂസ് വാച്ചിങ് നമുക്ക് കിട്ടുന്ന ഒരു വീഡിയോ കാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് അതിൻ്റെ ഡബിളാണ് കിട്ടുക. ഡബിളിൽ കൂടുതലാണ്. അപ്പോൾ ഡബിൾ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ പോലും ഒരു ദിവസം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണാകുമ്പോൾ 2 ദിവസം ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ചാർട്ടിലെ മറ്റു കാര്യങ്ങൾ ഗെയിമിംഗ്, മ്യൂസിക്, കോള്, അങ്ങനെ ഓരോ സെക്ഷനിലും 5000 mAh ബാറ്ററിയുള്ള സാധാരണ ഫോണുകൾ വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഈ 7300 mAh ഉള്ള IQ C10 സോ ഈ ചാർട്ട് നോക്കിയാൽ തന്നെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് ബെറ്റർ ആകുന്നുള്ളത്. അവർ പറയുന്ന അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് 2ാമത്തെ ദിവസം സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഈ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഉപയോഗിച്ച് നോക്കട്ടെ, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. എന്തായാലും ബാറ്ററി സെറ്റപ്പ് ഗംഭീരമാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗംഭീര സെറ്റപ്പുള്ള 7300 mAh കിടിലം ബാറ്ററി വെച്ചിരിക്കുമ്പോൾ തന്നെയും ഫോണിൻ്റെ തിക്നെസ് അത്ര കണ്ട് കൂടിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് വളരെ സ്ലിമ്മായ ഫോണാണ്. 0.789 cm, അത്രയും സ്ലിമ്മായ ഫോണാണ്. സ്ലിമ്മായ ഫോൺ വിത്ത് ഹെവി ബാറ്ററി. ഇനി ഇത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സെറ്റപ്പ്, അതായത് ചാർജർ കൊടുത്തിരിക്കുന്നത് ഒട്ടും തന്നെ മോശമല്ല. ഈ പ്രൈസിന് തന്നെ 90 വാട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. 50% ചാർജൊക്കെ 33 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ബാറ്ററി ലൈഫൊക്കെ നിങ്ങൾക്ക് ഒരു പ്രശ്നമാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ ഇതിൽ ബാറ്ററി സെറ്റപ്പ് മാത്രമല്ല, ഡിസ്പ്ലേ 20,000 താഴെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്തുവാ? ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ അല്ലേ? ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6.77 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. ഒരു വിഷയമില്ല, വിസിബിലിറ്റിക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഡയറക്റ്റ് സൺലൈറ്റിലും അകത്ത് ഓക്ക് ഉപയോഗിച്ച് നോക്കി. സെറ്റപ്പ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ മൾട്ടിമീഡിയ ഒക്കെ നൈസ് എക്സ്പീരിയൻസ് ആണ്, വിഷയങ്ങളില്ല. പെർഫോമൻസോ അതുകൂടി സെറ്റപ്പ് ആവണ്ടേ. സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസർ തന്നെ കൊടുത്തിട്ടുണ്ട്. 20,000 താഴെ ഒരു ഫോണിൽ ആ പ്രോസർ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല സെറ്റപ്പാണ്. 820K ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളാണ് കിട്ടുന്നത്. ഒരു വിഷയവുമില്ല, സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് ഗെയിം കളിക്കാനായാലും ഒക്കെ അടിപൊളിയാണ്, വിഷയമില്ല. സോ ഒരു ഓൾറൗണ്ടർ ഫോൺ ഈ ബഡ്ജറ്റിൽ നോക്കുന്നെങ്കിൽ C10 വേണ്ടി തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. ഇനി ബഡ്ജറ്റ് ഇത്രയും ഇല്ല ബ്രോ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഒരു 12-13 രൂപ റേഞ്ചിലൊക്കെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ, നിങ്ങൾ ഇതിൻ്റെ അടുത്തൊരു വെർഷൻ, ഇതൊരു സീരീസ് ആണ്, C10 സീരീസ്. C10 ഉണ്ട്, C10 X ഉണ്ട്. സോ Xന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 13,000 രൂപ റേഞ്ചിൽ തന്നെയാണ് C10 X വരാൻ പോകുന്നത്. ആ ഫോണിൽ ഡയമൻസിറ്റി 7300 എന്ന് പറയുന്ന ആ പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് പ്രോസറാണ് ഇരിക്കുന്നത്. സോ ടോപ്പ് ലെവൽ പെർഫോമൻസ് ആ പ്രൈസിന് തന്നെ കിട്ടുന്നുണ്ട്. 728K ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടും. IQ C10 Xൽ കിട്ടും. സോ നോ ടെൻഷൻ. അതേപോലെ തന്നെ 6500 mAh ബാറ്ററിയും ആ ഫോണിൽ വരുന്നുണ്ട്. സോ നല്ല കിടിലം ബാറ്ററി ലൈഫും ആ ഒരു ഫോൺ നിങ്ങൾക്ക് തരും. ആ പ്രൈസിന് തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു ബാറ്ററി 6500 mAh ബാറ്ററി എന്നൊക്കെ പറഞ്ഞാൽ ആ സെഗ്മെന്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബാറ്ററി സെറ്റപ്പാണ്. സോ ടോപ്പ് ലെവൽ ബാറ്ററിയും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് 13,000 രൂപയ്ക്ക് അത് കിട്ടാനുണ്ട് C10 X. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും C10 X എടുക്കാം. അല്ലെങ്കിൽ ബഡ്ജറ്റ് കൂടുതലുണ്ടെങ്കിൽ 20,000 താഴെ C10 എന്ന ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ C10 Xന്റെ ഡിസൈനിൽ അൾട്രാ മറീൻ കളർ എന്ന് പറയുന്ന ഒരു കളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ക്വാഡ് കർവ്ഡ് ബാക്കാണ് അവർ പറയുന്നത്. ഫ്രണ്ടിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. പ്രീമിയം AG ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മിനിമലിസ്റ്റിക് ആയ ഒരു ക്യാമറ ഡിസൈനും കാര്യങ്ങളുമാണ്. ലേറ്റസ്റ്റ് AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിലുമുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിൽ പറയാം. സോ അപ്പോൾ നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ഒക്കെയാണ്, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്ന ആൾക്കാരൊക്കെയാണ്, ഒരു ദിവസത്തിൽ കൂടുതൽ ബാറ്ററി ലൈഫൊക്കെ വേണം, നല്ല ഡീസൻറ്റ് പെർഫോമൻസ് വേണം, നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാഡ് കർവ് ഡിസ്പ്ലേ വേണം, അങ്ങനെ എല്ലാം ഒരു ഓൾറൗണ്ടർ പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് വേണം. അതും 20,000 താഴെ വേണമെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കിട്ടിയിട്ടേ ഉള്ളൂ, ഉപയോഗിച്ച് നോക്കട്ടെ. കിട്ടിയ വഴിക്ക് ഇതിൻ്റെ വിവരങ്ങളൊന്ന് ഷെയർ ചെയ്താണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാലോ. 11-ാം തീയതി ലോഞ്ച് ചെയ്യുന്നത്, സമയമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ കയറി വേറെ ഫോണൊന്നും എടുക്കരുതല്ലോ. നല്ലൊരു ഫോൺ വരുന്നതായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ, അൺബോക്സിംഗ് വീഡിയോയ്ക്ക് മുമ്പേ ഒരു വീഡിയോ ഇട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തത്. താല്പര്യം തോന്നുമെങ്കിൽ വെയിറ്റ് ചെയ്യാം, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അപ്പോൾ അങ്ങനെയാണ് IQ C10, C10 X തുടങ്ങിയ ഫോണുകളൊക്കെ വരാൻ പോകുന്നത്. താല്പര്യമുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുക. 11-ാം തീയതി ഡേറ്റ് മാർക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഡീറ്റെയിൽ അൺബോക്സിംഗ് വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും മറ്റു വീഡിയോ കാണാം. Bye.